പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. ഒരു ചാനലിൽ നിന്ന് ഒരു പെണ്ണ് വിളിച്ചപ്പോ നിനക്ക് സമയമുണ്ടല്ലേ? ട്രിവാൻഡ്രത്തുണ്ടെന്ന് അവളോട് പറഞ്ഞില്ലേ? മീര, ഞാൻ പറയാം. ഞാൻ മെന്റലി അപ്സെറ്റ് ആയിരുന്നു കുറച്ചു ദിവസം. അപ്പൊ മൊത്തത്തിൽ ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി. വേണ്ട പ്രകാശ്, ഇനി എന്നോട് കള്ളം പറയരുത്. നിനക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. നോക്കൂ പ്രകാശ്, എന്നെ ചതിച്ച പിന്നെ ഞാനില്ല. എന്താ മീര, ഞാൻ ചതിക്കോ? നീ എന്താ ഫോൺ എടുക്കാത്തെ? മറ്റൊരു പെണ്ണ് വിളിച്ചപ്പോ കാണാന്ന് പറഞ്ഞ എന്തിനാ? സ്നേഹിക്കുന്നവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല പ്രകാശ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പ്രകാശ്. ഞാൻ നിന്നെ അത്രയേറെ വിശ്വസിച്ചു പോയി, സ്നേഹിച്ചു പോയി. അത് നീ പറയണോ മീര? എനിക്കറിഞ്ഞൂടെ? ഇനി എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സോറി മീര. കഴിഞ്ഞതൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് കളയാ. നിനക്കെന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കുറെ കള്ളം പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിക്കാം. അതെ, അതാ മീര സത്യം. ഞാനല്ലാതെ നിന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടോ? ഇല്ലല്ലോ. ഞാൻ സത്യം ചെയ്യണോ? പറ. സ്നേഹിക്കുന്ന പെണ്ണിനോട് സ്നേഹിക്കുന്നു എന്ന് സത്യം ചെയ്യ, അതൊരു വല്ലാത്ത അവസ്ഥയാ. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് സത്യം ചെയ്. എന്റെ മീരയല്ലാതെ എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. സത്യം. വല്ലാതങ്ങ് പേടി തോന്നുന്നു. അവളുടെ ചാട്ടം കണ്ടിട്ടാണോ? പോയി പണി നോക്കാൻ പറ. അല്ല നന്ദു, മീരയുടെ രാവിലുള്ള രീതിയൊക്കെ കണ്ടപ്പോ എനിക്കെന്തോ കുഴപ്പം തോന്നി. ആ നോട്ടം, പിന്നെ എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് സംസാരിച്ചത്, എന്തോ മാനസിക നില തെറ്റിയത് പോലെയായിരുന്നു പെരുമാറ്റം. മാനസിക നില നേരത്തെ തന്നെ തെറ്റിക്കിടക്കുക. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അല്ല നന്ദു, ഇന്നും ഇന്നലെയൊക്കെ മീര മറ്റൊരാളായിട്ടാ എനിക്ക് തോന്നിയത്. എന്തോ ഒരു മാറ്റമുള്ളത് പോലെ എനിക്കും തോന്നി. പഴയ മീര ഇങ്ങനെയല്ല. എത്ര ദേഷ്യമുണ്ടെങ്കിലും എന്നോട് നല്ല രീതിയിലാണ് ഇടപെട്ടിരുന്നേ. സ്നേഹത്തോട് സംസാരിച്ചിരുന്ന അവളിപ്പോ ആകെ മാറിയിരിക്കുന്നു. എങ്ങനെയാ? അവളെ രാവിലെ കാപ്പി പോലും കുടിക്കാൻ സമ്മതിക്കാതെ ഓടിച്ചു വിട്ടതിന്റെ സന്തോഷം ആഘോഷിക്കാണോ? അവളുടെ മുഖം ശ്രദ്ധിച്ചിരുന്നു രണ്ടുപേരും? എന്തോ തീരുമാനിച്ചുറപ്പിച്ച ഭാവമായിരുന്നില്ലേ അവളുടെ? അവള് മാത്രമല്ല, ഞങ്ങളും തീരുമാനിച്ചുറപ്പിച്ച് തന്നെ നിൽക്കുന്നേ. കുറെ കാലം ഈ ഒളിച്ചുകളി തുടങ്ങിയിട്ട്. ഇന്ന് അതിനൊക്കെ അവസാനമാ. അവളി വരട്ടെ, എല്ലാം ഞാൻ തുറന്നു പറയുന്നുണ്ട്. അതിന് അവൾ ഇവിടെ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടോ നിനക്ക്? നിങ്ങളുടെ കാര്യത്തിൽ അവൾക്ക് വ്യക്തമായ സംശയം വന്നിട്ടുണ്ട്. എന്തും നേരിടാൻ തയ്യാറായിരുന്നു.
നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? മീര, നമുക്കൊന്ന് പുറത്തു പോവാം. ആ, ഞാനിപ്പോ വരാം. ഷർട്ടൊന്ന് മാറട്ടെ. രക്ഷപ്പെട്ടു. ആരാ അവള്? എല്ലാം ഞാൻ പറയാം, നീ അങ്ങോട്ട് നിൽക്കേ. സത്യം പറ പ്രകാശ്. ഞാനെല്ലാം പറയാം. എങ്ങനെങ്കിലും അവളെ ഒന്ന് ഒഴിവാക്കി വിടട്ടെ. വേണ്ടല്ലേ, ഞാൻ അവളെ വിട്ടിട്ട് വേഗം വരാം. നീ കുറച്ചേരം മാറി നിൽക്കേ, ആരും കാണില്ല. ഇപ്പൊ രാവിലത്തെ ഫ്ലൈറ്റിന് എത്തിയതേ ഉള്ളൂ. 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ട്. ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് എന്റെ മീരക്കുട്ടി വിളിക്കണം. അങ്ങനെ ഒന്ന് സെറ്റാവാൻ തുടങ്ങുമ്പോഴാ ദേ ആളിങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. ഫ്ലൈറ്റിൽ നിന്ന് ഒരു ചായ പോലും കിട്ടിയില്ല. വന്ന് നേരെ ഒരു ജ്യൂസ് അടിച്ചു. 2 ഗ്ലാസ്സിലോ? അത് വല്ലാത്ത ദാഹമായിരുന്നു. 2 ഗ്ലാസ്സിൽ നിന്നും പകുതി വീതം കുടിച്ചിരിക്കുന്നു. മീര, എന്റെ ചില രീതികൾ നിനക്കറിയില്ലേ? ഞാൻ കരുതിയിരുന്ന രീതികളൊന്നും അല്ല പ്രകാശ് നിനക്കിപ്പോ. മീര, ഇത് സംശയരോഗ. നീ വന്നേ, വാ. ഇതാരുടെ ബാഗാ?
എന്റെ മീരെ, നീ എന്നെ ചുമ്മാ ഇങ്ങനെ സംശയിച്ചാലോ? ആ അന്ന് വന്നില്ലേ എന്റെ മാമന്റെ മോള്? ഇത് അവളുടെ ഭാഗ, മറന്നുപോയതാ. നീ എന്റെ മുന്നിലേ വെറുതെ അഭിനയിക്കരുത്. ഫ്ലാറ്റിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ട്. മീര, നീ ആവശ്യമില്ലാതെ എന്നെ സംശയിക്കരുത്. ഉണ്ട്, ഈ ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടി ഉണ്ട്. അവളും നീയും കൂടെ കുടിച്ചതായി ജ്യൂസ്. ഇത് അവളുടെ ബാഗാ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫ്ലാറ്റിൽ വന്നിരുന്നു. ഇവിടെ റിങ് ചെയ്ത ഫോണിൽ നിന്റെ കോളായിരുന്നു വന്നത്. പ്രകാശ് മൈ ലവ്. ഞാനത് എറിഞ്ഞ് പൊട്ടിച്ചു. അപ്പോഴാണ് എനിക്ക് സംശയം തുടങ്ങിയത്. എന്റെ സംശയങ്ങൾ ഇപ്പൊ സത്യമായി വരിക. മീര, നീ എന്തൊക്കെയാ പറയുന്നത്? ഈ കാര്യമൊന്നും എനിക്കറിയില്ല. ഈ ഫ്ലാറ്റിൽ വേറെ ആരാ ഉള്ളത്? മീര, ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ വന്ന ഉടനെ നീ പുറത്തു പോകാന്ന് നിർബന്ധിച്ചത്. ആരാത്? ഞാൻ കണ്ടുപിടിക്കും. മീര, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇവിടെ ആരുമില്ല. ഈ രീതിയിൽ നീ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. നിന്റെ മുഖത്തൊരു പേടി കാണുന്നു. അതിന്റെ ദേഷ്യം നീ കാണിക്കുന്നെ. ഞാൻ കണ്ടുപിടിക്കും. മീര, മീര, മാറു. ഇവിടെ നീ ഏതവളെ പൊറപ്പിച്ചിരിക്കുന്നെ? പറ. മീര, മീര, ഞാൻ പറഞ്ഞു. നീ മിണ്ടിപ്പോരുത്. ഈ കഥ തുറന്നാലെന്താ? നീ എന്തിനാ എന്നെ തടയുന്നേ? മീര, വെറുതെ നീ. ഇതിനകത്തൊരു പെണ്ണുണ്ട്. എനിക്കെല്ലാം മനസ്സിലായി. മീര, അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? എനിക്കിപ്പോ ആരും വിശ്വാസമില്ല, എന്നെ പോലും. മാറ്. മീര, മീര, നീ വന്നേ. കൈന്ന് വിട. മീര, നീ ഒന്ന് പോയിക്കേ. നിന്റെ മൂഡ് ശരിയല്ല. വിട്. മാറി നിക്കടാ. മീര, 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 മീര. മീര, നിനക്കത് എന്തിന്റെ അസുഖ? ഇവിടെ ആരുണ്ടായിട്ടാ? മാറി നിക്കടാ അങ്ങോട്ട്. മീര, ആരുടെ നീ? മീര, എന്നെ ചതിച്ചല്ല നീ. നീ വെറുതെ ഷോ കാണിക്കരുത്. നിന്നെ ഞാൻ. മീര, പ്രകാശനെ തൊട്ട കൊല്ലും ഞാൻ. കൊല്ലും പോലും. മീര, കൊല്ലണേ. മീര, ഞാൻ പറയട്ടെ. നിനക്ക് എന്താ പറയേണ്ടത്? നിനക്ക് എന്താണ് പറയേണ്ടത്? മീര, എന്നെ ചതിച്ചല്ല നീ. എങ്ങനെ മനസ്സ് വന്നിടാ നിനക്ക്? എങ്ങനെ സാധിച്ചു? മീര, മിണ്ടരുത്. മനസ്സും ശരീരവും നിനക്ക് വേണ്ടി കാത്തുവെച്ച പെണ്ണല്ലേ ഞാൻ.
സത്യാവസ്ഥ ഞാൻ പറയാം. സത്യാവസ്ഥ കുറച്ചു മുൻപ് പോലും കൈപിടിച്ച് സത്യം ചെയ്തതല്ലേ നീ? കഴിഞ്ഞതെല്ലാം പുറത്തവളല്ലേ ഞാൻ? എന്നെ നീ മീര, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മിണ്ടണ്ട. നിന്റെ ശബ്ദം പുറത്തു വരരുത്. എനിക്ക് കേക്കണ്ട. ഇവിടെ നിന്ന് സമയം മെനക്കെടുത്താതെ ഇറങ്ങി പോവാൻ നോക്ക്. ഇല്ലടി, നിന്നെ ഞാൻ കൊല്ലും. മീര, നീ ആരടി എന്റെ ജീവിതം തകർക്കാൻ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. വിട, കൊല്ലും വിട, ഞാൻ. കൊല്ലും. മീര, വിട, നിർത്ത്. നീ പുറത്തു പോ. പോവാൻ. ഇത് എന്റെ ഫ്ലാറ്റാ. ഇറങ്ങാൻ ഇവിടുന്ന്. ഇറങ്ങി ഇറങ്ങി പോവാൻ. നീ ആരാന്നോ നിന്റെ വിചാരം? ഭൂലോക സുന്ദരിയാണെന്നോ? ഒന്നുമല്ല. നേരാ, നിന്റെ തൊലിവെളുപ്പ് കണ്ട് ഞാൻ വീണുപോയി. പക്ഷേ എന്റെ സ്വകാര്യ ജീവിതത്തിന്റെ താക്കോല് നിനക്ക് ഞാൻ പണയൊന്നും വെച്ചിട്ടില്ല. ക്ഷമിച്ചു. ഇത്ര കാലം ഞാൻ ക്ഷമിച്ചു. ഇനി വയ്യ. പൊയ്ക്കോ. എന്റെ ലൈഫിൽ ഇനി നീ ഇല്ല. പൊയ്ക്കോളാൻ. എടി, പോവാനല്ലേ പറഞ്ഞേ? ഇനി നമ്മൾ തമ്മിൽ കാണണമെങ്കിൽ നീ എന്റെ കാൽക്കൽ വീണ് യാചിക്കണം, ക്ഷമ ചോദിക്കണം. നീ ആരാടാ? എന്റെ തൊലിവെളുപ്പ് കാണിച്ച് നിന്നെ വലവീശി പിടിച്ചതാണോ ഞാൻ? പ്രാണനെ പോലെ സ്നേഹിച്ച് പെണ്ണിനെ ചതിച്ചിട്ട് വഴിവിട്ട ബന്ധം കണ്ടെത്തിയപ്പോ നിനക്കെന്നെ വേണ്ട അല്ലേ? വേണ്ട. എനിക്ക് നിന്നെ ഇനി കാണണ്ട. നീ പൊയ്ക്കോ. എടാ ചെറ്റേ, പന്നത്തരം കാണിച്ചിട്ട് നീ എന്നെ ഒഴിവാക്കുകയാണല്ലേ? നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചോളാ ഞാൻ. നിന്നെ മാത്രം മോഹിച്ച് ജീവിതം തീർത്തവളാ ഞാൻ. നിർത്തടി. എന്നെ ഓർത്തുള്ള ജീവിതം. നീയും നിന്റെ നന്ദനും തമ്മിൽ വഴിവിട്ട ബന്ധമല്ലായിരുന്നോ? ആ! എന്താണ് പറഞ്ഞേ? എന്റെ ദേഹത്ത് തുടരുതിനി. സത്യം പറയുമ്പോഴേ പൊള്ളിയിട്ട് കാര്യമില്ല. നീ തന്നെ എന്നോട് പറഞ്ഞില്ലേ നീയും നന്ദനും തമ്മിൽ ഒരു രാത്രി ഒരു മുറിയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന്? പ്രകാശല്ല നന്ദൻ. കറക്റ്റാ. പ്രകാശം നിന്റെ ദേഹത്ത് ഇന്നേ വരെ തെറ്റായിട്ടൊന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. എന്നോടൊപ്പം വീരം കഴിച്ച് ചന്ദ്രോത്ത് കയറി ചെന്ന നീ നന്ദന്റെ റൂമിലല്ലേ കഴിഞ്ഞത്? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നമ്മൾ പോയി കമ്പനി കൂടിയിട്ട് എനിക്ക് അവിടുന്ന് ഒഴിവാകേണ്ടി വന്നു. നീ നിന്റെ നന്ദനെ വിളിച്ചു വരുത്തി, എന്നിട്ട് ആഘോഷിച്ചു. അതിന്റെ അടയാളമല്ലേടി നിന്റെ കഴുത്തി കിടക്കുന്നത്? ഈ മഞ്ഞ ചരടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന താലി നിന്റെ ഭാവി വരന്റെ സമ്മാനമല്ലേ? അവനോടൊപ്പം സുഖിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ എന്നെ തെറ്റുകാരനാക്കാൻ വന്നിരിക്കുന്നു അല്ലേ? നീ നന്ദന്റെ ഭാര്യ. അവന് ശരീരവും മനസ്സും പങ്കുവെച്ച ഒരു വൃത്തികെട്ട പെണ്ണാ നീ. നീ ഇനി ജീവിക്കരുത്. മരണത്തിനപ്പുറം നിനക്ക് വേറെ ശിക്ഷയില്ല.
പ്രകാശ് അയ്യോ പ്രകാശ് പ്രകാശ് പ്രകാശ്